സോഷ്യൽ മീഡിയ. അപ്പൊ അതേ നമ്മുടെ ജെയിംസ് വരുന്നുണ്ട്. 35 വർഷം കാനഡയിൽ ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പൊ അവധിക്ക് വന്നതാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ വിഷയത്തെ പറ്റിയൊക്കെ പറയാം. എനിക്ക് ജെയിംസ്, ഞങ്ങളിവിടെ ഈ ജെയിംസ് ഒക്കെ ഒരു കാലത്ത് കാനഡയിൽ പോയി. എത്ര വർഷം മുമ്പ്? ആക്ച്വലി ഇറ്റ്സ് അബൌട്ട് ഒരു 35 വർഷം. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാ, അതിന്റെ കണക്കൂട്ടൽ തെറ്റിയില്ല. അപ്പൊ അന്ന് പോയ അവസ്ഥ ഇന്നത്തെ അവസ്ഥയൊക്കെ കാര്യങ്ങള് നിങ്ങൾക്കൊക്കെ ചോദിച്ചറിയാം. നിനക്കൊക്കെ ഉപയോഗപ്പെടും, നമുക്ക് എല്ലാവർക്കും അറിവിന് ഉപയോഗപ്പെടും. 35 വർഷം പോയപ്പോ അവിടെ എങ്ങനെയായിരുന്നു കാര്യങ്ങള്? അവിടെ 35 വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളോട്, ഇപ്പൊ എന്റെ പേര് ജെയിംസ് എന്നാണ്. അപ്പൊ ജെയിംസ് എവിടേക്ക് പോകണമെന്ന് പറയുമ്പോൾ എല്ലാരും പറഞ്ഞു അവൻ അമേരിക്കയിൽ പോയി എന്നാണ് പറയുന്നത്. ഈ കാനഡ എന്നുള്ള രാജ്യത്തിന്റെ ആ എക്സിസ്റ്റൻസ് തന്നെ പല ആളുകൾക്കും അറിവില്ല. കാനഡയിൽ പോകുന്നതും അമേരിക്കയിൽ പോകുന്നതും, അതായത് അമേരിക്ക ലെവലിൽ അറിയുന്നത് അത് എല്ലാം അമേരിക്കൻ. അതല്ല ട്രംപ് ഇപ്പൊ പറയണ അമേരിക്കയുടെ അതൊരു തമാശയാണ്, നടക്കാൻ പോവാത്തൊരു സ്വപ്നം, യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. കാനഡ ഒരു പവർഫുൾ കൺട്രിയാണ്. പക്ഷേ ഇതിന്റെ ബന്ധം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ അമേരിക്ക അങ്ങോട്ട് കടന്നു വന്നുകൊണ്ട് പറയാണ്, ഒരു ചേട്ടൻ അനിയൻ റിലേഷനാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ ആദ്യത്തെ ഇപ്പൊ ജെയിംസ് പോവാനൊരു സാഹചര്യം ഉണ്ടായി. അവിടെ ചെന്നപ്പോ ഉള്ള അനുഭവങ്ങളും അവിടെ ക്ലച്ച് പിടിക്കാനൊക്കെ ഉണ്ടായ സ്ട്രഗിളൊക്കെ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇവിടുന്ന് ഇപ്പൊ കാനഡ എന്ന് പറയുമ്പോൾ എനിക്കും അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള രാജ്യം. അമേരിക്ക എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും നമ്മുടെ ലോകത്ത് വെച്ച് നോക്കുമ്പോൾ നമ്പർ 1 രാജ്യം എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഉള്ളത്. അന്ന് എനിക്കും അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു രാജ്യമല്ല അത്. എന്ന് പറഞ്ഞാല് ഇന്നും നമ്മൾ ഇന്ത്യയെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ മറ്റു നമുക്കറിയാവുന്ന രാജ്യങ്ങളെ കുറിച്ച് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അമേരിക്കയിലുള്ള എല്ലാവരും ഭയങ്കര ആരും പണിയെടുക്കാതെ തന്നെ പൈസ വാരി കിട്ടുന്ന ഒരു രാജ്യം എന്നുള്ളൊരു മിഥ്യയായിട്ടുള്ള ധാരണയുണ്ട്. അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാല് അധ്വാനിക്കുന്ന എല്ലാവർക്കും മാന്യമായിട്ട് ജീവിച്ചു പോകാവുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു രാജ്യം. അതാണ് ശരി. അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രയധികം പേര് ഇതാണ് ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലായത്. നമ്മുടെ മക്കളെ നമ്മൾ അവര് പഠിച്ച് ഇതാകുന്ന പോലെ അധ്വാനിക്കാൻ സമ്മതിക്കില്ല. ഈ അധ്വാനിക്കാത്ത പിള്ളേർ അവിടെ പോയി എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. അവിടുത്തെ പിള്ളേരെ അവര് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ 16 വയസ്സ് മുതൽ അവര് പാർട്ട് ജോലിക്ക് പോവാണ്, സ്വന്തം കാര്യം നോക്കാൻ പഠിക്കുകയാണ്. ഇവിടുത്തെ പിള്ളേരെ ഇപ്പോഴും ഡ്രസ്സ് ഇളക്കി അമ്മമാരും പയ്യന്മാരും ഡ്രസ്സ് ഇളക്കി കൊടുക്കും, അവർക്ക് ബെഡ് വിരിച്ചു കൊടുക്കും, എല്ലാം അവർ ചെയ്യും, അവരൊന്നും ചെയ്യണ്ട. പക്ഷെ അത് നമ്മൾ ശീലിപ്പിക്കുന്നതിന്റെ കുഴപ്പമാണ്. ഇവിടെ നിന്ന് 15 വയസ്സ് കഴിഞ്ഞ് 17 വയസ്സ് കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടി ചെന്നതിന്റെ പിറ്റേ ദിവസം ജോലി അന്വേഷിക്കും. പിറ്റേ ദിവസം ജോലി കിട്ടി എല്ലാം പണി ചെയ്തിരിക്കും. തലേ ദിവസം വരെ വീട്ടിൽ പാത്രം കഴിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാ? അവനവിടെ ചെയ്യാൻ നിർബന്ധിതനാണ്. അവൻ ചെയ്താലേ അവൻ നിലനിൽക്കുള്ളൂ. ഇവിടെ അതിന്റെ ആവശ്യമില്ല. അവന്റെ തീന്മേശയില് എല്ലാം വരും. അപ്പൊ നമ്മൾ ശീലിപ്പിക്കുന്നത് തന്നെയാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കുന്ന, കുട്ടികളെ തെറ്റ് പറയരുത്, ഒരിക്കലും തെറ്റ് ചെയ്യാൻ പറയില്ല. കാരണം നമ്മൾ അവർ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അയ്യോ നീ ചെയ്യട്ട, ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളൊരു മനോഭാവം കിട്ടില്ല. പറഞ്ഞത് ഇവിടെ ഒരു രക്ഷയില്ലാണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടാണ്. ഇവിടെ പഠിച്ചിട്ട് ഇവിടെ ഒരു രക്ഷയില്ല. അത് അങ്ങോട്ട് പറഞ്ഞു വിടണമെങ്കിൽ അതിനു വേണ്ടി പിള്ളേരെ തയ്യാറാക്കേണ്ടത് തയ്യാറാക്കണം. പക്ഷെ ഇദ്ദേഹം പറഞ്ഞാൽ കറക്റ്റ്. ഈ പിറ്റേ ദിവസം യാത്രയാക്കുന്ന കൊച്ചിനോട് പോലും തിന്നിട്ട് പാത്രം കഴുകി വെക്കാൻ പറയത്തില്ല. അവിടെ ചെല്ലുന്ന അവന് ആ ഫുഡിനുള്ള കാര്യത്തിന് വേണ്ടി അധ്വാനിക്കണം, സെൽഫ് കുക്ക് ചെയ്യണം, ജോലിക്ക് പോകണം, എല്ലാം സെൽഫായിട്ട് ചെയ്യണം. പോയാലേ ഉള്ളത്. നിന്റെ ഒരു മോളും നിന്റെ പെങ്ങളുടെ മക്കളും അവിടെ ചെന്ന് ഇപ്പൊ അവരവിടമായിട്ടൊക്കെ യോജിച്ച് പോകാനുള്ള കഷ്ടപ്പാടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇതൊക്കെ വീട്ടിലും എല്ലാം ചെയ്ത് പഠിച്ചിരുന്നെങ്കില് ഇനിയിപ്പൊ പിള്ളേരെ പഠിപ്പിച്ച് ഇവിടെ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ അത് ചെയ്തോ ഇവിടെ ജോലി കിട്ടി ജീവിക്കാൻ പറ്റില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ നാട്ടിൽ പോയി ജീവിക്കാനുള്ള തയ്യാറെടുപ്പ് അവർക്ക് നിങ്ങൾ കൊടുക്കട്ടെ. അല്ല, തയ്യാറെടുപ്പ് നമ്മൾ കൊടുക്കാതെ തന്നെ അവരത് ആർജിച്ചിരിക്കുകയാണെന്ന്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് കൂടൂലേ? ഇല്ല, ബുദ്ധിമുട്ട് കൂടും. പക്ഷെ അത് നമ്മൾ ചെയ്യില്ല, നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങിയാൽ 4 ദിവസം പോലും ഞാൻ മനസ്സിലാക്കി കൊടുത്തില്ല. എന്റെ മക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ എന്റെ സഹോദരിയുടെ മകൾ ഉൾപ്പെടെ ഇവരൊന്നും ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് മടിപിടിച്ച് പെട്ടുമ്പോ കിടന്നവരല്ല. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അവർ ചെന്നിട്ട് പിറ്റേ ദിവസം 4-ാം ദിവസം ജോലി കിട്ടിയില്ലെങ്കിൽ അയ്യോ എനിക്ക് ജോലി കിട്ടിയില്ലേ എന്ന് സങ്കടപ്പെടുന്നവരാണ്. ഇദ്ദേഹം ഇപ്പൊ 10-35 വർഷം കാനഡയിൽ ഉണ്ടായിരുന്നു പറയുന്ന ആള്. ഇവിടെ ഈ കുത്തൊഴുക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് പോയാല് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്.
അവിടെയൊക്കെ ഈ നമ്മുടെ നാട്ടിലെ പോലെ 10, 30, 25 വയസ്സ് വരെ അല്ലെങ്കിൽ കല്യാണ പ്രായം വരെയൊക്കെ തീറ്റ കൊടുത്ത് വളർത്തുമോ? ഒരു 10, 15 വയസ്സ് കഴിയുമ്പോൾ തന്നെ സെൽഫായിട്ട് അവർ അധ്വാനിക്കാൻ തുടങ്ങുകയും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ ഇല്ലേ? നമ്മുടെ നാട്ടിൽ അതില്ല. അത് വളരെ കറക്റ്റ് ആണ്. അവിടെ നമ്മൾ ഒരു 8ാം ക്ലാസ് വരെ കുട്ടികൾ ജോലിക്ക് പോകാൻ തന്നെയാണ് വളരുന്നത്. പക്ഷെ ഹൈസ്കൂളിൽ പ്രവേശിക്കുന്ന അവർ ചെയ്യുന്നില്ല. അപ്പം മുതൽ ഇവർക്ക് സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോലി എല്ലാ സ്റ്റോറുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സാര പൈസയല്ല. ഇപ്പം ഒരു റെഗുലർ ആൾക്ക് ഇപ്പം നമ്മളൊരു ചായക്കടയിലാണ് പറയുന്നത്. അത് ഇവിടെ അറിയാവുന്ന ഒരു പേര് ഞാൻ പറയുകയാണെങ്കിൽ മക്ഡൊണാൾഡ്സ്, അമേരിക്കൻ കമ്പനി. ആ കമ്പനിയിൽ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ഇപ്പം ഒരു സാധാരണക്കാരൻ്റെ അവിടുത്തെ വേറൊരു പ്ലസ് പോയിന്റ്, കുറേ പ്ലസ് പോയിന്റ് പറയാനുണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഈ പ്ലസ് പോയിന്റിൽ ഒന്നാണ് അവിടെ ഒരു എന്താ പറയുക ബേസിക് സാലറി ഗവൺമെന്റ് ഫിക്സ് ചെയ്യും. അപ്പം ഏത് ജോലി ചെയ്യുന്നവനും ഒരു 20 രൂപ സാലറിയാണ് കാനഡയിൽ മണിക്കൂർ. അപ്പൊ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ അവന് അത്രയും കിട്ടില്ല. പക്ഷെ എന്നാലും 15 രൂപ $16 മണിക്കൂറിന് മണിക്കൂറിനാണ് സാലറി ചെയ്യുന്നത്. എല്ലാ ഭൂരിഭാഗം ജോലി 99% ജോലി മണിക്കൂറിനുള്ള വേതനമാണ്. അത് ഒരു 10% മാത്രമേ ഒരു സാലറി ആയിട്ട് കൊടുക്കുന്ന സമ്പ്രദായമുള്ളൂ. അപ്പോൾ ഈ പിള്ളേരൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് മണിക്കൂറിന് ഒരു 16 രൂപ ശമ്പളമുണ്ട്. അപ്പോൾ ഓരോ ദിവസം അവൻ ജോലി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഒരു 2 to 4 hours അവർക്ക് സ്റ്റുഡൻറ്റ് ജോലി അതാണ് ഒരു ദിവസം കൊടുക്കുന്നത്. പിന്നെ വീക്കെൻഡുകൾ സാറ്റർഡേ സൺഡേ ജോലി സ്കൂളില്ലാത്ത ദിവസങ്ങൾ അവർക്ക് വേണമെങ്കിൽ ഫുൾ ടൈം ജോലി ചെയ്യാം. എന്നാൽ ഫുൾ ടൈം ജോലിയുടെ അവേഴ്സ് അവിടെ നിശ്ചയപ്പെടുത്തിയിരിക്കുന്നതും അത് ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. 8 മണിക്കൂറാണ്. ഈ 8 മണിക്കൂറിൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ആൻ അവർ ബ്രേക്ക് ഉണ്ട്. 8 മണിക്കൂർ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് 1 മണിക്കൂർ നമുക്ക് ബ്രേക്കാണ്. അപ്പോൾ 7 hours ആണ് നമ്മുടെ വർക്ക് നമ്മൾ എംപ്ലോയർക്ക് കൊടുക്കേണ്ടത്. പക്ഷേ ഹി ഹാസ് ടു പേ 8 hours ഫുൾ പേ. ഞാന് ഒരു 10-12 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ക്ഷണിച്ച് ഞാൻ സിഡ്നി പോയി, ഓസ്ട്രേലിയ. പുള്ളിക്ക് ഒരു കഫേ ഉണ്ടായിരുന്നു, നമ്മുടെ ചായക്കട എന്ന് പറയും. നല്ലൊരു കഫേയാണ് സെൻട്രൽ ലൊക്കേഷൻ. അവിടെ വെയിറ്ററായിട്ട് വന്നത് 10,000 ഏക്കർ ദ്രാക്ഷത്തോട്ടമുള്ള വീനേടുള്ള ഒരാളുടെ മകളാണ്. അവൾക്ക് എന്താ വെച്ചാൽ ഈ അപ്പന്റെ ചെലവിൽ എനിക്ക് കഴിയാൻ, ഞാൻ സ്വന്തം ചെലവിൽ കഴിയുന്ന പറഞ്ഞാൽ അവള് ബെൻസ് കാർ ഓടിച്ചു. ഈ ആത്മാഭിമാനം നമ്മുടെ മക്കൾ വേണം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഏതായത് ഏത് അധ്വാനിച്ചായാലും അവന് 10, 15, 16 വയസ്സ് അവൻ്റെതായ കാര്യങ്ങൾ അവൻ മുമ്പെടുത്ത് കളച്ചായാലും അവൻ പിന്നെ അവൻ പഠിക്കട്ടെ. പഠിച്ചിട്ട് അവൻ പുറത്തു പോയി എന്തും ചെയ്യട്ടെ. ഈ ആത്മാഭിമാനം എന്നുള്ള ആ ഒരു തൊഴിൽ ചെയ്യാനുള്ള ഏത് തൊഴിൽ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ പിള്ളേർക്കുണ്ടെങ്കിൽ ഈ നാട് വിട്ട് പോണ്ടി വരും. അങ്ങനെ ഒരു ആത്മാഭിമാനം ഈ തൂമ്പെടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവാത്തത് ഈ ആ നാടിന്റെ സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് ഞാൻ പറയും. അവിടെ ഒരു 5 to 8ാം ക്ലാസ് ഒക്കെ എത്തുന്നതോടുകൂടി അങ്ങനെ ഒരു ജോലിക്ക് പോകുന്ന ഒരു ടെൻഡൻസി നാടും വീട്ടുകാരും എല്ലാം അത് അംഗീകരിച്ച് അവരങ്ങ് ജോലിക്ക് പോവുകയും അവൻ ഏൺ ചെയ്യുകയും അങ്ങനെ സംസ്കാരം അവിടെ ആയി. നമ്മുടെ നാടിന്റെ സംസ്കാരം മാറണം. കൊടുക്കുന്ന ഏത് തൊഴിലും സ്വയം ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു സംസ്കാരം ഈ നാട് നശിക്കും. അതാണ് അത് കറക്റ്റ് പോയിന്റാണ്. അതായത് നമ്മുടെ സംസ്കാരം രൂപീകരണം നമ്മൾ കൊച്ചുങ്ങൾക്ക് ഒരു ഹൈസ്കൂൾ ലെവൽ എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് മുതലെങ്കിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഏത് ജോലി ചെയ്യുന്നത് നോക്കിയിട്ടില്ല, നമ്മൾ ജീവിക്കുന്നതിന് എന്തെങ്കിലും ഏൺ ചെയ്യണം. അപ്പൊ ആ ഏണിങ് നമ്മൾ ചെയ്യുന്ന മാന്യമായ ജോലി, ഏത് ജോലിക്കും അതിന്റെ മാന്യതയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കൂടുതലും ചെയ്യുന്നത് ഇങ്ങനെ റെസ്റ്റോറൻറ്റ് സെക്ഷനാണ്. അപ്പൊ അവിടെ പോയി നമ്മളിപ്പോ അവിടുത്തെ കക്കൂസ് വരെ കഴുകി കൊടുക്കണം. എല്ലാം നമ്മളൊരു ജോലിക്കാരെന്ന് പറഞ്ഞാല് he has to do everything, right? അതിപ്പോ ക്യാഷിൽ വർക്ക് ചെയ്യണം, ചിലർക്ക് കിച്ചണില് പ്രിപ്പറേഷനിൽ വർക്ക് ചെയ്യണം, ഗാർബേജ് എടുത്തൊന്ന് കളയണം, വാഷ്റൂംസ് മോശമായി കഴിഞ്ഞാൽ ക്ലീൻ ആക്കണം. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വർക്ക്. ഇതിന് കൂടെ ഒരു കാര്യം കൂടി പറയണം, അവിടുത്തെ പൊളിറ്റീഷ്യൻസ്, അതായത് കനേഡിയൻ പ്രധാനമന്ത്രി ആകുന്ന ആൾ പോലും അവരുടെ മക്കളെ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള ആളുകൾ, ആ സ്ഥലത്തുനിന്ന് ആളുകൾ ഇങ്ങനെ തന്നെയാണുള്ള ജോലി ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ ബോർഡിലിരിക്കുന്നവന്മാര് മാത്രമേ കാണിച്ചു കൊടുക്കുന്ന സമൂഹത്തിന്. ഇത് ഇവര് 40 വണ്ടിയുടെ അകമ്പടിയോടുകൂടെയൊക്കെ പോകും. ഇതിലൊന്നുണ്ട്, ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാര് നിലവിൽ അവർക്ക് അവരുടെ കുടുംബത്തിൽ ആസ്തി ഉണ്ടോ ഇല്ലയോ, പല രാഷ്ട്രീയക്കാരും മറ്റേ ചെറ്റക്കൂട്ടിൽ കാണിച്ചിട്ടൊക്കെയാണ് രാഷ്ട്രീയത്തിൽ MP MLA ആയത്. ഇവരിന്ന് കോടികളുടെ ആസ്തിയായിട്ടുണ്ട്. ഇവരെന്ത് പണി ചെയ്തിട്ട് ശരീരം പേർത്ത് ഒരു പ്ലേറ്റ് കഴിയ പണി അവർ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെ ഒരു ഓഫീസിൽ 1 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ടോ? നിന്റെയൊക്കെ തെറിയാലും നിങ്ങളെ നമ്മുടെയൊക്കെ ശമ്പളം നമുക്കറിയാം. ഈ ശമ്പളം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമോ?
ഇവർ ഇത്ര ആസ്തി ഉണ്ടാക്കിയത് എവിടെ? ഇത് ചിന്തിക്കുന്നിടത്താണ് കനേഡിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഞാൻ രാഷ്ട്രീയ കക്ഷി ഉദ്ദേശിക്കുന്നില്ല കേട്ടോ, ഏത് പാർട്ടിയുടെ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി, ഇവർ കേരള മുഖ്യമന്ത്രി, ഇവിടെ ഏത് മുഖ്യമന്ത്രി, ഇവരും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും കനേഡിയൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹം ജോലി ചെയ്തിട്ട് ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റാണ്. അയാൾ അമേരിക്കൻ പ്രസിഡന്റ് ശമ്പളം മേടിച്ചിട്ടല്ല ജീവിക്കുന്നത്. അയാൾക്ക് മാന്യമായി ബിസിനസ് ചെയ്ത് അയാൾ മാന്യമായി തൊഴിലുണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് അയാൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ശേഷം ഉണ്ടാക്കിയ സ്വത്തല്ല അയാൾ. ഞാൻ പറഞ്ഞത് ഇവിടുന്ന് നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാര് ടൂർ പോയി വിദേശ രാജ്യങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞ പോലുള്ള എല്ലാ കാര്യങ്ങളും അനുഭവിച്ചറിയുന്നുണ്ട്. ഇത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നില്ല. ഇവിടെ ഉള്ളവർ അവരുടെ മക്കളെ അവരാണ് ഇതിന്റെ ശാപം. അദ്ദേഹം പറഞ്ഞ പോലുള്ള ചെറ്റക്കുടിയിൽ വലിയ നിലയിലെത്തിയ രാഷ്ട്രീയക്കാരാണ് ഇതിന്റെ ഈ ശാപം ഏൽക്കുന്നതിന് വേണ്ടിയുള്ള വേതനമാണ് അവര് കൂടുതൽ ഉണ്ടാക്കുന്നത്. അതെ, ഇത് പറഞ്ഞു വരുമ്പോൾ ഈ കണക്ഷനിൽ പറയാൻ പറ്റിയ ഒരു കാര്യം വെച്ചാൽ അവിടെ ആരും ഈ രാഷ്ട്രീയം ഒരു തൊഴിലായിട്ട് സ്വീകരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയം തൊഴിലാ. അവിടെ ഇപ്പൊ ഈ പറഞ്ഞ ലോയർ ആയാലും ടീച്ചർ ആയാലും കമ്പനിയിൽ ജോലിക്കാരനായാലും രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് അവന് ജോലിയുണ്ട്. ആ ജോലിയാണ് അവൻ ജീവിക്കുന്നത്. പിന്നെ അവനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവന്റെ ഇത് സമയം കൂടുതലും രാഷ്ട്രത്തിന്റെ ഭരണത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അവൻ ആ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവൻ 5 കൊല്ലത്തിൽ ലീവ് എടുത്തിട്ടാണ് വരുന്നത്. ഈ 5 കൊല്ലം ജോലി ചെയ്തിരിക്കും. അല്ല, നമ്മൾ ജോലി നമ്മൾ ടീച്ചറാണ്, ടീച്ചിങ് പൊസിഷനിൽ ജോലി എടുക്കും, നമ്മൾ ലീവ് എടുത്തു. ഈ ലീവ് എടുത്തിട്ട് നമ്മൾ സർക്കാരിന് നമ്മൾ ഇലക്ട് ആയി, നമ്മൾ MP ആയി, MLA ആയി കഴിഞ്ഞ് നമ്മൾ ആ ജോലിക്ക് അതിന് പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അവന്റെ പൊസിഷൻ കഴിഞ്ഞാൽ അവൻ വീണ്ടും അവൻ ജോലിക്ക് പോവാണ്. അല്ല, ഇവിടെ പറ്റില്ല. ഇവിടെ നേതാവായി അവന്റെ നേതാവായി തന്നെ മരിക്കണം. എന്തിന് നേതാവ്? ഇവിടെ ഏതാനും വിരലിലുണ്ടാവുന്ന മാസം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ ഇവിടെ ഇത് കിട്ടും, പെൻഷൻ കിട്ടും. പിന്നെ എന്തിനാവും ജോലിക്ക് പോകുന്നത്? അതാണ് 2 വർഷം ജോലി ചെയ്താൽ ആജീവനാന്ത. ഇവിടെ ആജീവനാന്തം തൂമ്പെടുത്ത് പണിയുന്നവന് ഇവിടെ പെൻഷൻ കിട്ടുമോ? 1200 രൂപയോ 1600 രൂപയോ 2000 രൂപ താഴെയുള്ളൂ. ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായി പോയി എന്ത് തട്ടിപ്പ് വീട്ടിൽ നടത്തിയാലും അവന് ആജീവനാന്ത ഇവിടെ നല്ല പെൻഷൻ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ സിസ്റ്റം മാറണം. ഇവിടുത്തെ രാഷ്ട്രീയ ഇവനെ പിടിക്കണം. ആ രീതിയിൽ ഇവന് കിമ്പളം കിട്ടും. ഇവിടെ എന്ത് തൊഴിലും മാന്യമാണെന്നും ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കർഷകർ ജോലി ചെയ്തിട്ടാണെന്നും ഈ കർഷകരുടെ തൊഴിലും മാന്യതയുടെ ജോലിയാണെന്നും അവർ ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നും സമൂഹ നന്മയ്ക്ക് രാഷ്ട്ര നിർമ്മിതിക്ക് അവർ പ്രധാന പങ്ക് വഹിക്കുന്നവരാണെന്ന് അംഗീകരിക്കാത്തിടത്തോളം കാലം ഇന്ത്യ എന്നല്ല മറ്റൊരു രാജ്യവും രക്ഷപ്പെടും. അങ്ങനെ അംഗീകരിച്ചിരുന്ന പിള്ളേര് കൃഷിരംഗത്തേക്ക് വന്നേനെ. ഇന്ന് ഈ തലമുറയിലുള്ള ഏത് പിള്ളേരെ സമൂഹത്തിന്റെ രാഷ്ട്രീയക്കാരും നേതാക്കളും മാറരുത്. അവര് സ്വയം പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിക്കണം. കുറച്ചു കാലം നാടിന് വേണ്ടി കഴിയുമ്പോ അവര് ഈ പറഞ്ഞ മാതിരി ലീവ് എടുത്ത് വന്നു തിരിച്ച് അവരുടെ പണിക്ക് പോകണം. അവിടെ തന്നെ കെട്ടി തൂങ്ങി കിടക്കാനല്ല വേണ്ടേ. മാത്രമല്ല, ഈ ഭരണത്തിൽ നിൽക്കുന്ന ആരും തന്നെ ഈ അവന്റെ സാലറി അല്ലാതെ, ഇപ്പൊ മന്ത്രിമാരാണെങ്കിലും മുഖ്യമന്ത്രി ആയാലും എന്ത് പൊസിഷനാണെന്ന് അവർക്കൊരു സാലറി ഉണ്ട്. ആ സാലറി അല്ലാതെ വേറൊരു പൈസ, അത് അൺഅക്കൗണ്ടഡ് മണി അവനോ അവന്റെ കുടുംബക്കാരോ ഉണ്ടാക്കാൻ പാടില്ല. അത് എത്തിക്സ് അവിടെ ഒരു 90% ഫോളോ ആവുന്നുണ്ട്. ഇവിടെ എത്തിക്സ് ഉണ്ടെങ്കിലും ആരും ഫോളോ ചെയ്യും. ഇവിടെ അങ്ങനെ ഒരു നിയമം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയത്തിൽ ആളുണ്ടാവില്ല. ഇവിടെ എത്തിക്സ് ഉണ്ട്. എത്തിക്സ് എന്ന് വെച്ചാൽ അനധികൃത സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. എവിടെ സാധാരണക്കാരൻ ഒരു പെട്ടിക്കട ഇട്ടിട്ട് അവനെങ്ങാൻ അക്കൗണ്ടിൽ 10 രൂപ കൂടുതൽ ഇട്ടാൽ അപ്പൊ ടാക്സ് ചോദിക്കും. ഈ രാഷ്ട്രീയക്കാർക്കോ അതുപോലെ തന്നെ വലിയ വലിയ സർക്കാർ ഉദ്യോഗസ്ഥരോ കിമ്പളമായിട്ട് മേടിച്ച് പറ്റുന്നതിന് എവിടുന്ന് പണം വരുന്നു ചോദിക്കാൻ ആരുമില്ല. അവരൊരു കൂട്ടുകക്ഷിയാണ്. ഒരു കാര്യം മെയിനായിട്ട് നമ്മുടെ സംസ്കാരം മാറണം. നമ്മുടെ സംസ്കാരം മാറണം. നമ്മൾ ഈ സംസ്കാരം വെച്ച് പുലർത്തിക്കൊണ്ട് ഇപ്പോഴുള്ള സംസ്കാരം അടിമുടി മാറണം. അടിമുടി മാറിയില്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ മെച്ചപ്പെടാൻ പോകുന്നില്ല, അല്ലെ? അതുപോലെ ഈ രാഷ്ട്രീയത്തിന്റെ കാര്യം പറയുമ്പോൾ